ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പുസ്തകമാണ് എസ്.കെ. പൊറ്റക്കാടിൻ്റെ വിഷകന്യക. എസ്.കെ. പൊറ്റക്കാട് എന്ന പേര് കണ്ടിട്ടാണ് ഞാൻ ഈ പുസ്തകം വായിക്കാനായിട്ട് എടുത്തത്. കാരണം എസ്.കെ. പൊറ്റക്കാട് എന്നുള്ള പേരുമായിട്ട് എനിക്കൊരു വലിയ ആത്മബന്ധമുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു പുസ്തകം വായിക്കുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതും എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ അമ്മ വായിക്കാനായിട്ട് എടുത്തു വെച്ചൊരു പുസ്തകം, ഒരു ദേശത്തിൻ്റെ കഥ എന്ന പുസ്തകം ഞാൻ അവിടെ വെച്ച് കണ്ടു. മലയാളം ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയൊരു പുസ്തകമാണെന്നൊക്കെ. അപ്പോൾ ഇത്ര വിശേഷപ്പെട്ട ഒരു പുസ്തകമാണെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവരോട് അനുവാദം ചോദിച്ചിട്ട് ആ പുസ്തകം കുറച്ച് ദിവസത്തേക്ക് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. ഉള്ളത് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് പേജ് വായിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ഒരു ഫസ്റ്റ് ബുക്കായിരുന്നു അത്. എനിക്ക് പെട്ടെന്ന് കഥയിലോട്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കഥയുടെ ഉള്ളിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എഴുത്തുകാരൻ എന്നെ ആ വഴിക്കങ്ങ് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു ആ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ അകത്തുള്ള പല രംഗങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് എസ്.കെ. പൊറ്റക്കാട് എന്നുള്ള പേര് കണ്ട ആ പുസ്തകങ്ങൾ ഞാൻ എടുക്കും. അങ്ങനെ എടുത്തൊരു പുസ്തകമാണ് ഇതും, വിഷകന്യക. ഞാൻ ജിതിൻ ജോസ്. പുസ്തകങ്ങളെക്കുറിച്ചും വായനയെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചുമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് 1948 ഇതിൻ്റെ അകത്ത് പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ 1943 ഒരു കഥയാണ്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് 1948 എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ അടുത്ത വർഷമാണ്. അതുപോലെ 1943 കഥ എന്ന് പറയുമ്പോൾ 2ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയമാണ്. 2ാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1939 മുതൽ 1945 വരെയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള നമ്മുടെ നാട്ടിൻ്റെ സാഹചര്യവും ഈ പറഞ്ഞ ചരിത്ര സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഇമ്പാക്റ്റും എന്തൊക്കെയാണെന്നുള്ളത് ഈ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1943 തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലോട്ട്, അതായത് ഇന്നത്തെ വയനാട്ടിലോട്ട് കുടിയേറി പാർത്ത കുറച്ച് ക്രിസ്ത്യാനികളുടെ കഥയാണ് ഈ പുസ്തകത്തിലുള്ളത്. കുടിയേറ്റം എന്ന് പറയുന്ന വിഷയം നമുക്കിപ്പോഴും അറിയാം. നമ്മുടെ കുട്ടികളെല്ലാവരും ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ആളുകൾ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകും. അവിടെ മെച്ചപ്പെട്ട ഒരു സാഹചര്യവും ജോലിയും വരുമാനമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇവിടെയുള്ളവർ കടം വാങ്ങിയും ഉള്ളതെല്ലാം വിറ്റുപറക്കിയും എല്ലാവരും കൂടി അങ്ങോട്ട് പോകും. പക്ഷെ അവിടെ ചെല്ലുന്ന എല്ലാവർക്കും ഒരു നല്ല ജീവിതമൊന്നുമില്ല. നമുക്കിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ കാണാം അവിടെയുള്ള നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ. അപ്പോൾ അതേ സാഹചര്യം തന്നെയാണ് 1943 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലോട്ട് കുടിയേറിയ കുറേ മനുഷ്യരെ അനുഭവിക്കേണ്ടി വന്നത്. ആദ്യം കുറച്ച് പേര് അവിടെ ചെന്നതും പിന്നീട് അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ട് ചെന്നതും അതൊക്കെയാണ് ഈ കഥയിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഭയങ്കര ഗൗരവമായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് ഇതിൻ്റെ 39ാം അധ്യായത്തിലൊരു കഥ പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്, മാത്തൻ എന്നാണ് പേര്. അപ്പോൾ ഈ 39ാം അധ്യായം തുടങ്ങുമ്പോൾ മാത്തൻ്റെ കുടിലിൽ കിടന്നുറങ്ങുവാണ് രാവിലെ. അപ്പോൾ കുറച്ച് പോലീസുകാർ മാത്തനെ അന്വേഷിച്ച് കുടിലിലോട്ട് വരുന്നു. ആ വിവരം മോള് വന്നിട്ട് മാത്തനോട് പറയും, അപ്പോൾ പോലീസുകാർ അന്വേഷിച്ച് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ വിവരം കേട്ട ഉടനെ തന്നെ മാത്തൻ അടുക്കള വശത്തെ വാതിൽ വഴി ഇറങ്ങി ഓടുക. പുള്ളിക്ക് ഈ ലോകത്ത് പേടിയുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് പള്ളിയുടെ കുരിശും, രണ്ടാമത്തത് പോലീസുകാരും. അപ്പോൾ കുടിലിൻ്റെ പുറകിലുള്ള കൊടും കാട്ടിലോട്ടാണ് അങ്ങേര് ഓടിക്കയറുന്നത്. ഇടവും വലവും നോക്കാതെ ഒന്നും നോക്കാതെ നല്ല വേഗത്തിൽ തന്നെ പുള്ളി ഓടി കൊടുങ്കാടിൻ്റെ ഉള്ളിലെത്തും. അത് കഴിഞ്ഞ് അങ്ങ് കാടിൻ്റെ ഉള്ളിലെത്തി കഴിയുമ്പോഴാണ് പുള്ളി ഒന്ന് നിൽക്കുന്നത്. ഇനി പോലീസുകാർ വരാൻ സാധ്യത ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ പുള്ളി അവിടെ നിൽക്കണം. ഇനി കുറച്ച് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് പുള്ളി കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് ഓടിയതുകൊണ്ട് പുള്ളിയുടെ കയ്യിൽ ഒരു ഉടുമുണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉടുമുണ്ട് എടുത്തിട്ട് മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് വേര് കണ്ടു. ആ വേരിൻ്റെ മേളിലോട്ട് വിരിച്ചിട്ട് പുള്ളി റെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ കിടന്നു കഴിയുമ്പോഴാണ് ഈ വേര് പതുക്കെ അനങ്ങുന്നതായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതെന്ത് വേരൊക്കെ അനങ്ങണം, മരത്തിൻ്റെ വേര് അനങ്ങണം എന്താണെന്ന് പുള്ളിക്ക് സംശയം തോന്നി. പക്ഷേ എഴുന്നേറ്റ് നോക്കാനുള്ള മടി കാരണം പുള്ളി എഴുന്നേറ്റ് നോക്കിയൊന്നുമില്ല. വീണ്ടും കുറച്ചുകൂടി ശക്തമായി വേര് അനങ്ങാൻ തുടങ്ങിയപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അമർത്തി വെക്കാൻ നോക്കി വേര്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന്. എന്നാലും പുള്ളി എഴുന്നേറ്റ് നോക്കിയൊന്നുമില്ല. പിന്നെ ഒരു രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഒന്ന് എഴുന്നേറ്റ് നോക്കാമെന്ന് എഴുതിയിട്ട് എഴുന്നേറ്റ് നിന്ന് പരിശോധിച്ചത്.
അപ്പോഴാണ് പുള്ളി കിടക്കുന്നത് ഒരു മലമ്പാമ്പിൻ്റെ മുകളിലാണ് ഈ മുണ്ടും വിരിച്ചിട്ട് കിടക്കുന്നത്. പാമ്പിനെ പുള്ളിക്ക് പേടിയാണ്. പിന്നെ പാമ്പിനെ പേടിച്ചായി പുള്ളിയുടെ ഓട്ടം. പുള്ളി പിന്നെ ഓടി ഓടി എത്തിയതൊരു പുൽമേടിൻ്റെ അടുത്താണ്. അവിടെ റെസ്റ്റ് ചെയ്യാം, ഇവിടെ മരമൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് പുള്ളി അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചുറ്റുവട്ടത്തുള്ള പുല്ലൊക്കെ അനങ്ങാൻ തുടങ്ങി. ഇതെന്ത് ഈ പുല്ല് അനങ്ങണേന്ന് കരുതി ചുറ്റും നോക്കിയപ്പോഴാണ് ഒരു കാട്ടാനക്കൂട്ടത്തിൻ്റെ നടുക്കാണ് അങ്ങേര് പോയി റെസ്റ്റ് എടുക്കാനായിട്ടിരുന്നത്. പിന്നെ അയാളുടെ ഓട്ടം ആനേനെ പേടിച്ചിട്ടായി. ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇയാൾ പാറയെ തട്ടി വീഴുന്നുണ്ട്, അവിടെ പോയി ഇടിക്കുന്നുണ്ട്, അങ്ങനെ പല ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഒടുവിൽ അയാൾക്ക് തോന്നി എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ തിരിച്ച് കുടിലോട്ട് പോവാം, എന്നിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഇതിലും ഭേദമെന്ന് കരുതി പുള്ളി ഇരിക്കുക. പക്ഷെ പുള്ളിക്ക് തിരിച്ച് കുടിലോട്ട് പോകാനുള്ള വഴി അറിയില്ല, കാരണം ആ മാതിരി ഓട്ടമാണ് പുള്ളി ഓടി ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഒരു ഗതിയില്ലാതെ ഇങ്ങേരെ നടക്കുകയാണ് കാട്ടിക്കട. അപ്പോൾ പിന്നെ ഒരു അരുവി കണ്ടു. എന്നാൽ പിന്നെ അരുവിയുടെ സൈഡിൽ വെയിറ്റ് ചെയ്യാം, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് കരുതി പുള്ളി അവിടെ നിന്ന് അരുവിയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പാറയുടെ പുറത്ത് റെസ്റ്റ് എടുക്കുക. അപ്പോഴാണ് അവിടെയുള്ള കാൽപ്പാടുകൾ ശ്രദ്ധിച്ചത്. അത് പുലിയുടെ കാൽപ്പാടായിരുന്നു. പുലികൾ വെള്ളം കുടിക്കാൻ വരുന്ന വഴിയാണ്. പുലിയുടെ അലർച്ച കേട്ടിട്ട് പിന്നെ പുലീനെ പിടിച്ച് ഇങ്ങേര് വീണ്ടും ഉൾക്കാട്ടിലോട്ട് ഓടി. അപ്പം ഇങ്ങനെ ഈ സീക്വൻസ് ചെന്ന് അവസാനിക്കണം എവിടെയാണെന്ന് വെച്ചാൽ വസ്ത്രമൊന്നും ഇല്ലാതെ കാട്ടിക്കൂടെ ഓടുന്ന ഇങ്ങേരെ ഒരു കാട്ടുജാതിക്കാരനാണെന്നും പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ഒരു വടിയിൽ കൈയും കാലൊക്കെ പിടിച്ച് കെട്ടി കൊണ്ടുപോകുന്നിടത്താണ് ഈ സീക്വൻസ് അവസാനിക്കുന്നത്. അപ്പോൾ എസ്.കെ. പൊറ്റക്കാട് ഒരു രംഗം അവതരിപ്പിച്ചതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതത്ര വലിയ സീരിയസ് വിഷയങ്ങളാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് എന്നുണ്ടെങ്കിലും വളരെ രസകരമായി തന്നെയാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. മാത്തനെ കൂടാതെ ഈ പുസ്തകത്തിൽ വേറെയും രസകരമായ കുറേ കഥാപാത്രങ്ങളുണ്ട്. മാത്തൻ്റെ ഭാര്യ മറിയം, മകള് മേരിക്കുട്ടി, പിന്നെ 1.5 വയസ്സുള്ളൊരു മോനുണ്ട് ജോണി. അപ്പോൾ ഈ മാത്തനൊരു ഭയങ്കര മടിയനാണ്. ആക്ച്വലി പണിക്കൊന്നും പോകാൻ വയ്യ. അപ്പോൾ ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും മുറിവ് ഉണങ്ങി എങ്കിലും ഒരു തുണിയൊക്കെ വലിച്ച് കെട്ടിയിട്ട് ഞൊണ്ടി നടക്കുകയാണ് പണിക്ക് പോകാതിരിക്കാൻ വേണ്ടി. പക്ഷെ മറിയം എന്ന് പറയുന്നത് ഒരു അസാമാന്യ ക്യാരക്ടറാണ്. അതായത് മറിയം നിർബന്ധിച്ചിട്ടാണ് മാത്തനും കുടുംബവും ഈ മലബാറിലോട്ട് വന്നതും അവിടെ ഇവരുടെ എല്ലാ പണവും മുടക്കി ഒരു 30 ഏക്കർ സ്ഥലം വാങ്ങിയതും. അപ്പോൾ ഈ മറിയം ഭയങ്കര കഠിനാധ്വാനിയാണ്. മറിയം രാവിലെ എഴുന്നേറ്റ് കഞ്ഞി ഉണ്ടാക്കും, പുഴുക്കുണ്ടാക്കും, എന്നിട്ട് മകന് പാലും കൊടുത്ത് അപ്പൻ്റെ അരികിൽ കിടത്തിയിട്ട് കൈക്കോട്ടും തോളത്ത് വെച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ കാട്ടിലോട്ട് കയറുകയാണ് ചെയ്യണേ. അതായത് ഈ 30 ഏക്കർ കാടും വെട്ടി വൃത്തിയാക്കി കൃഷി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് മറിയം. കൃഷി ചെയ്യുമ്പോൾ അറിയാം, ഒരു 30 ഏക്കർ സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് കിളച്ച് റെഡിയാക്കി വരുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും പുല്ല് വരും. പിന്നെ പുല്ലിനോട് മല്ലിട്ട്, അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളോട് മല്ലിട്ട്, പന്നിയൊക്കെ ഇവരുടെ കൃഷി ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്, അതിനോടൊക്കെ മല്ലിട്ട്, അതായത് അവസാനം പനി വരുന്നുണ്ട് ഇവർക്ക്. എന്നിട്ട് ആ പനീനെ അവർ ഓവർകം ചെയ്തിട്ട് പിറ്റേ ദിവസം കൈക്കോട്ടെടുത്ത് പോകുന്ന രംഗമൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. അത്രയ്ക്ക് കഠിനാധ്വാനിയായ ഒരു സ്ത്രീയാണ് മറിയം. നമ്മളൊരു സ്വപ്നം നേടാൻ വേണ്ടി എത്രത്തോളം പോകണം എന്നുള്ളത് മറിയത്തിനെ കണ്ടുപഠിക്കണം. അതാണ് മറിയം എന്ന് പറഞ്ഞൊരു കഥാപാത്രം. അതുപോലെ അടുത്തൊരു കഥാപാത്രമാണ് സൈമൺ അച്ഛനും തൊമ്മൻ്റെ കുറച്ച് മക്കളെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഇന്നിപ്പോൾ കുടിയേറി നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അവരവിടെ ഒന്ന് പച്ച പിടിച്ചു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പള്ളികളിൽ നിന്നും സഭകളിൽ നിന്നൊക്കെ അച്ഛന്മാരെ അങ്ങോട്ട് വിടും. അവിടെ പള്ളി പണിയാനായിട്ടും പിരിവ് മേടിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ സഭകൾ അച്ഛന്മാരെ അങ്ങോട്ട് വിടുന്നതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണണം. അന്നത്തെ കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ തിരുവിതാംകൂറിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് കൃഷിയൊക്കെ ചെയ്തൊന്ന് പച്ച പിടിക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുന്ന് സഭയും അച്ഛന്മാരും പുതിയ പള്ളിയൊക്കെ പണിയാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു രംഗമുണ്ട്, സൈമൺ അച്ഛൻ ഭക്ഷണം കഴിക്കുന്ന ഒരു രംഗം. സൈമൺ അച്ഛൻ്റെ ഡൈനിങ് ടേബിളിൽ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും ഉണ്ട്. അതായത് കോഴി, പോത്ത്, ആട്, മാൻ, അങ്ങനെ എല്ലാ വിഭവങ്ങളും നിറച്ച് വെച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്ത് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് തൊമ്മൻ്റെ 4 മക്കളും കാത്തു നിൽക്കുക. അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ട് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് കഞ്ഞി കുടിക്കാൻ പോലും മാർഗ്ഗമില്ല, പനി പിടിച്ചാകെ വയ്യാതായി. അപ്പോൾ അച്ഛൻ പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ തൊമ്മൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എനിക്കൊരു 100 രൂപ വായ്പയായിട്ട് തരാമോ?
കാരണം ഈ 100 രൂപ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ 50 രൂപ അദ്ദേഹത്തിന് ഇവിടെ ഒരു കടമുണ്ട്, ഒരു മുസ്ലിയാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണ്. ആ കടം തിരിച്ചു കൊടുക്കണം. ബാക്കി 50 രൂപയ്ക്ക് ഇദ്ദേഹത്തിന് തൊമ്മന് തിരിച്ച് തിരുവിതാംകൂറിലോട്ട് പോകണം. കാരണം ഇവരുടെ അമ്മ ഇവിടെ പനി വന്ന് മരിച്ചു, പിന്നെ ഇവരെ നോക്കാൻ ആരുമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ നാട് വിട്ടിട്ട് തിരിച്ച് തിരുവിതാംകൂറിലോട്ട് പോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ തൊമ്മൻ ഇവിടെ എത്തിയത്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് പള്ളിയുടെ പണിയൊക്കെ ഭയങ്കര കഷ്ടത്തിലാണ്, കയ്യിൽ കാശില്ല എന്നും പറഞ്ഞ് ഇവരെ മടക്കി വിടും. പിന്നെ ഈ തൊമ്മനും മക്കളും ആ കുടിലിൽ പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട്. മരിച്ചു കഴിയുമ്പോൾ ഈ അച്ഛൻ ഒരു നാണവും ഉളുപ്പും ഇല്ലാതെ വന്നിട്ട് ഇവരെ കൊണ്ടുപോയി പള്ളിയിൽ അടക്കുന്ന ഒരു രംഗമൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിനെ സ്പർശിക്കണ കുറച്ച് രംഗങ്ങളാണ്. പിന്നെ ഈ കഥയിലൊരു നായകനും നായികയെയും കുറിച്ച് പറയുകയാണെങ്കിൽ അന്തോണിയും മാധവിയാണ് നായകനും നായികയായിട്ട് കഥാകൃത്ത് എഴുതിയിരിക്കുന്നത്. അന്തോണി എന്ന് പറഞ്ഞാൽ അന്തോണി ഒരു എന്താ പറയുക, സെമിനാരിയിൽ അച്ഛനാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സ്ത്രീകളെ നോക്കുന്നത് തന്നെ തെറ്റാണെന്ന് കരുതുന്ന തീവ്രമായൊരു വിശ്വാസിയാണ്. മാധവിയെക്കുറിച്ച് എഴുത്തുകാരൻ പറയുന്നത് മാധവിയുടെ ഉള്ളിലൊരു അഗ്നിപർവ്വതം എരിയുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു ഹൈ ഡിസയർ ഫോർ സെക്സ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഇപ്പോൾ മാധവി അന്തോണീനെ പല രീതിയിലും സ്വാധീനിക്കാൻ നോക്കിയെങ്കിലും സ്വാധീനിക്കാൻ കഴിയുന്നില്ല, വഴങ്ങുന്നുണ്ടായിരുന്നില്ല അന്തോണി. പക്ഷെ ഒരു സിറ്റുവേഷനിൽ മാധവിക്ക് കീഴ്പ്പെടേണ്ടി വരുന്നുണ്ട് നമ്മുടെ അന്തോണി. അപ്പോൾ ആ രംഗം കഴിയുമ്പോൾ കാൽച്ചുവട്ടിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ബൈബിളൊക്കെ കണ്ട് പൊട്ടിക്കരയുന്ന അന്തോണീനെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അന്തോണിയും മാധവിയുടെയും കഥ നമ്മുടെ ബൈബിളിലെ ആദാമിൻ്റെയും ഹവ്വയുടെയും കഥയായിട്ടാണ് റിലേറ്റ് ചെയ്ത് ഒരു രീതിയിലൂടെ പ്ലേസ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നി. നല്ല രസമായിട്ടുള്ളൊരു അധ്യായമാണിത്. പിന്നെ വേറൊരു കഥാപാത്രമാണ് നമ്മുടെ കുര്യനും സാറാമ്മയും, പിന്നെ ചായക്കടക്കാരൻ ചാക്കോയും. അതായത് കുര്യൻ ഒരു തവണ പറമ്പിൽ പണി മതിയാക്കി തിരിച്ച് കുടിലോട്ട് വരുമ്പോൾ സാറാമ്മയും ഈ പറഞ്ഞ ചായക്കടക്കാരൻ ചാക്കോയും തമ്മിലുള്ള അവിഹിത രംഗങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് അതവിടെ വെച്ച് റിയാക്ട് ചെയ്യാൻ കഴിയാത്തൊരു പാവം സാധുവാണ് കുര്യൻ. പുള്ളി കള്ളുഷാപ്പിലോട്ട് പോകുന്നു, മൂക്കുമുട്ടെ കള്ളു കുടിക്കുന്നു. എന്നിട്ട് ഈ വിഷയം കള്ളുഷാപ്പിലുള്ളവരോട് പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ കള്ളുഷാപ്പിലോട്ട് രാത്രിയാകുമ്പോൾ ചാക്കോ വരും. ചാക്കോ വരുമ്പോൾ ചാക്കോയോട് ഇതിനെക്കുറിച്ച് ചോദിക്കാനിരുന്നവർ, ചാക്കോ പറഞ്ഞ വിഷയം വേറെയാണ്. അതായത് ഇവിടുത്തെ മറ്റ് മതങ്ങളിലുള്ളവർ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിഹിതത്തിൻ്റെ മേളിൽ വർഗീയത വന്നപ്പോൾ അവിഹിതം എല്ലാവരും വിട്ടു. അത് കഴിഞ്ഞിട്ട് വർഗീയതയുടെ പുറകെ പോയി. അങ്ങനെ അവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോയി. അപ്പോൾ നമ്മുടെ കുര്യൻ ഇവിടെ കള്ളും കുടിച്ച് കള്ള് ഷാപ്പിൽ ബോധമില്ലാണ്ട് കിടക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം ഈ വർഗീയ പ്രശ്നങ്ങളെല്ലാം വന്ന് ബാക്കി എല്ലാവരും പോലീസ് സ്റ്റേഷനിലായി കഴിഞ്ഞിട്ട് നമ്മുടെ കുര്യനും സാറാമ്മയും കൂടി ഒരു പാത്രത്തിൽ നിന്ന് കഞ്ഞി കുടിക്കുന്ന ഒരു രംഗം ഈ പുസ്തകത്തിനുണ്ട്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളും ഒരുപാട് കഥാപാത്രങ്ങളും ഉള്ള ഒരു വിശേഷപ്പെട്ടൊരു പുസ്തകം തന്നെയാണ്. പുസ്തകം എല്ലാവർക്കും വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഒരു 10-78 വർഷം മുമ്പുള്ളൊരു പുസ്തകമാണ്. ആ സമയത്തുണ്ടായിരുന്ന സംസാര രീതികളാണ്, വാക്കുകളും അല്പം അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് സമയമെടുത്ത് ഇരുന്ന് വായിക്കേണ്ട ഒരു പുസ്തകമാണിത്. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എങ്കിലും മികച്ചൊരു പുസ്തകമാണ്. കാരണം 78 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് 2025 എന്നെപ്പോലെ ഒരു വായനക്കാരനെ ഇത് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കഴിയാവുന്നവരെല്ലാവരും ഇതെടുത്ത് വായിച്ച് നോക്കുക, നിങ്ങളുടെ സമയം നഷ്ടമാവില്ല. പിന്നെ മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്തൊരു അധ്യായത്തിൽ കാണാം.